ഹലോ, ഗുഡ് മോർണിംഗ്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മത്തി മാങ്ങയിട്ട് കറി വെക്കാണ്. ഞാൻ പച്ചനെ വെക്കാൻ പോണേ കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മാങ്ങ, സവാള അരിഞ്ഞത്, ഇഞ്ചി, മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം കുടംപുളി ഇടുക. ഇതിപ്പോൾ നമ്മൾ വഴറ്റിയിട്ടല്ല വെക്കണേ, പച്ചനെ വെക്കണേ. ആവശ്യത്തിന് ഉപ്പ്, ഇത് ഒരു മുറി തേങ്ങ, പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് അരച്ചെടുത്ത കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് ഇടേ. മത്തി കഴുകി വൃത്തിയാക്കി, ചെറിയ മത്തിയാണ്. കൈ കൊണ്ടാണ് വെക്കണേ, കൈയൊക്കെ വൃത്തിയാക്കിയാണ്. എല്ലാം നല്ലപോലെ കൂട്ടി തിരുമ്പി വെക്കണേ. പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ലപോലെ വേവെടുക്കുക. ഈ മത്തി നമ്മളിതിലിടണേ. ഗ്യാസ് ഇതിൽ ചേർത്തേക്കണത് ഞാൻ ഒന്നും കൂടെ പറയാണ്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മാങ്ങ, ഒരു കഷ്ണം ഓട്ടുപുളി, അരമുറി തേങ്ങ, അരയ്ക്കാൻ വേണ്ടി അരമുറി തേങ്ങ, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ അരച്ച് ഇത് പച്ചനെ വയ്ക്കോളെ. ഉപ്പ്, ഈ കറി തിളയ്ക്കുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയും വേണം. നമ്മൾ 2 ദിവസമായിട്ട് ഒരുപാട് ബാഡ് ന്യൂസാണ് കേൾക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ അപകടം, അതൊക്കെ ഒത്തിരി സങ്കടമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ബസ് മറിഞ്ഞ് കെനിയിലേക്ക് പോയ ബസ്, അത് ഒത്തിരി കുഞ്ഞു കുട്ടികളും മറുപടി മാറാത്ത പിള്ളേരും ഇടത്തരം പിള്ളേരൊക്കെ. TV തുറക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമാണ്. TV ഓണാക്കാൻ തോന്നില്ല, ന്യൂസ് വെച്ച് കാണാൻ തോന്നുന്നില്ല. അതുപോലത്തെ എല്ലാം ഒരു ഇതാണ്. മരിച്ചുപോയ എല്ലാവരും ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമുക്കൊന്നും അതേ പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ. നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ അപകടങ്ങൾ ഓരോ ദിവസം. കുഞ്ഞു കുട്ടികൾ കുളത്തിൽ വീണ്, പുഴയിൽ പോയി, ബീച്ചിൽ കളിക്കാൻ പോകുമ്പോൾ ബീച്ചിൽ നമ്മൾ അമ്മമാർ കൂടുതലൊന്ന് കെയർ ചെയ്യുക. മക്കളെ മഴയാണ്, അവരൊറ്റയ്ക്ക് പുറത്ത് വിടാതെ അവരുടെ കൂടെ എപ്പോഴും നമ്മളുണ്ടാകാൻ നോക്കുക. ജോലിക്ക് വളരാൻ കുട്ടികൾ അതുപോലെ തന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുക. കുഞ്ഞു മക്കളാണ്. ഒരു ന്യൂസ് കണ്ടായിരുന്നു, കുഞ്ഞ് വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ചില്ല് ഗ്ലാസ് താഴെ വീണിട്ട് കാലിൽ മുറിവ് പറ്റി ചോര വാർന്ന് മരിച്ചത്. അതൊക്കെ ഒത്തിരി നമ്മളുടെ ശ്രദ്ധക്കുറവിൽ വരുന്ന കാര്യങ്ങൾ. അതൊക്കെ
മാക്സിമം അമ്മമാരെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ മക്കളാ നമ്മളങ്ങാട്ട് ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോഴും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നത് ഒത്തിരി സങ്കടമാണ് ഓരോ ദിവസം ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ. എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഞാനൊന്ന് പറയാം. കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കളെന്നല്ല വലിയ കുട്ടികളെയും നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. കാരണം വലുതാണെന്നും പറഞ്ഞ് നമ്മൾ ചിലവർ ആൺകുട്ടികൾ തന്നെ പറയും ഒരു ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാം, തന്നെ പോയിക്കോളാം എന്നൊക്കെ. എന്താ പറയാ, ഒത്തിരി സങ്കടമുള്ളൊരു ന്യൂസാണ് നമ്മൾ ദിവസവും കേട്ടോണ്ടിരിക്കുന്നത്. മഴയാണെങ്കിൽ അടുപ്പിച്ച് പെയ്തുകൊണ്ടിരിക്കുന്നു. കൊറോണ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ദൈവത്തിന് അർപ്പിക്കുക. ദൈവം ഒരാളാണ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുന്നത്. നല്ലത് വരട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കറി വെട്ടി തെളിച്ച് കഴിഞ്ഞാൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. ഞാൻ ലൈവ് കാണിക്കണേലും ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഫോട്ടോ ഞാൻ എടുക്കുന്ന വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല. ഞാനത് എടുത്തിട്ട് അതേപടി തന്നെയാണ് ഇടുന്നത്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് വലിയ വശവും ഇല്ല. അപ്പം എഡിറ്റൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് കാണുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ഉള്ളത് ലൈവായിട്ട് കാണിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ. കാണണം കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാനും മറക്കരുത്. വീണ്ടും മഴയാണ്. നമുക്ക് 2 ദിവസമായിട്ട് അടുപ്പിച്ച് തോരാതെ പെയ്യുന്നത്. തിളച്ച് വരുന്നുണ്ട്.
നല്ലോണം തിളച്ച് പച്ചനെ കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയല്ലേ, ഒത്തിരി ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ആ മാങ്ങയുടെയും പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും ഇഞ്ചിയുടെ ഒക്കെ മാങ്ങ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. മാങ്ങ ഇട്ട് കറി വയ്ക്കുന്നത് മാങ്ങ ഇഷ്ടമാണ് ഇവിടെ. പക്ഷെ ഞാൻ മാങ്ങ ഇടുമ്പോൾ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ചേർക്കുന്നത് ആ മാങ്ങയുടെ പുളി പെട്ടെന്ന് അങ്ങോട്ട് ഒരുപാട് നേരം ഇറങ്ങില്ല. ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇടുമ്പോൾ നല്ലൊരു സ്വാദാണ്. ഒത്തിരി പുളിയുള്ള മാങ്ങയതാണ് അധികം ഇടാത്തത്. കറി ഇരിക്കുന്നതോറും പുളി ഇറങ്ങും ഭയങ്കരമായിട്ട്. പുളിയും ഉപ്പൊക്കെ ഇതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചെന്ന റെസിപ്പികളാണ്. അമ്മ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ കിച്ചണിലൊക്കെ കൂടും. എൻ്റെ ചേച്ചിക്ക് ഇത്ര പോലും വശമില്ല. പക്ഷെ എനിക്ക് മീൻകറിയൊക്കെ കഴിക്കാനാണ് അത്യാവശ്യം. എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു പഠിക്കും പെട്ടെന്ന്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കുക്കിങ് അതിനോട് പ്രത്യേക ഒരു താല്പര്യമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ഞാൻ വീണ്ടും പറയാം. നല്ലപോലെ തിളച്ച് കറി ഇങ്ങനെ വെട്ടി തിളച്ചിട്ട് തീ ഇത്തിരി കുറച്ച് വയ്ക്കണം. നല്ലപോലെ എണ്ണ തെളി. തേങ്ങ അരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ പച്ചനൊക്കെ വെക്കണമെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ട. തേങ്ങയിൽ തന്നെ എണ്ണ ഇഷ്ടംപോലെ ഉണ്ടാവും. ഏകദേശം ഒരു 1/2 സ്പൂൺ എണ്ണയൊക്കെ എന്നത് ഇതാക്കിയ താളിപ്പിന് വെറുതെ പച്ചന ഒഴിച്ചാൽ മതി. നല്ല മത്തി മാങ്ങയിട്ട കറി നോക്കിയേ. കറിയും ആ മാങ്ങ കഷ്ണവും. മഴയല്ലേ, ചൂട് ചോറും മത്തിക്കറിയും. കപ്പയാണ്. കപ്പയുടെ കൂടെ ആണെങ്കിൽ നമുക്കത് നല്ലപോലെ മുളകിട്ട് വെക്കാം. പിന്നെ ഇതും കഴിക്കാം കേട്ടോ, ടേസ്റ്റാ. ഇനി ഒത്തിരി അങ്ങോട്ട് കുറുകണ്ട. മത്തിയൊക്കെ നല്ലപോലെ കുക്കായിട്ടില്ല കേട്ടോ. ഒത്തിരി കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ ചട്ടിയുടെ ചൂട് കൊണ്ടേ പിന്നെയും കറി പറ്റും. അപ്പം നമുക്ക് ചാറൊന്നുണ്ട്. ഇവിടെ ചാറൊക്കെ വേണം. ഈ നേരിയതായിട്ട് വെക്കേണ്ടത് നല്ലോണം എണ്ണ. കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ കൂട്ടണം. അതാണ് ടേസ്റ്റ്. ഇതിൽ ഉപ്പൊന്നും ഇടണ്ട, എല്ലാം കറക്റ്റാണ്. മാങ്ങയൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. മത്തി നല്ലോണം
ഒരുപാട് ഇളക്കി കഴിഞ്ഞാലേ കുഞ്ഞു മത്തിയല്ലേ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് മത്തി മാങ്ങയിട്ട് കറി എല്ലാവരും വയ്ക്കണം. അടുത്ത വീഡിയോസായിട്ട് വരാം. ബായ്.